തീർച്ചയായിട്ടും യുദ്ധത്തിന് അവസാനിക്കാൻ ലോകമൊട്ടുക്ക് ആഗ്രഹിക്കുകയാണ്. സമാധാന ചർച്ചകളിൽ എന്തെങ്കിലും പ്രതീക്ഷയുണ്ട് ആകും എന്നത് തന്നെയാണ്. കാരണം ഈ യുദ്ധത്തിൽ നിന്ന് തലയൂരാൻ അമേരിക്കയ്ക്കും ആവശ്യമുണ്ട്. അത് ഇറാനെ പോലെ തന്നെ അമേരിക്കയുടെയും കൂടെ ആവശ്യമായി മാറിയിരിക്കുകയാണ്. എന്തായാലും ചെറിയ പ്രതീക്ഷകളുണ്ട്. അതുകൊണ്ടാണ് ആഗോള എണ്ണ വിപണിയിൽ വില ഇടിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ പ്രതീക്ഷയാണ്. അതുപോലെ ആഗോളതലത്തിലെ ഓഹരി വിപണികളിൽ ചെറിയ കയറ്റം കാണുന്നുണ്ട്. ഇതൊക്കെ ഒരു ഈ യുദ്ധം അവസാനിച്ചേക്കാം എന്നുള്ള ഒരു സാധ്യതയാണ്. നമുക്കറിയാം, വെള്ളിയാഴ്ച ക്രൂഡ് ഓയിലിന്റെ വില പെട്ടെന്ന് ഇടിഞ്ഞിരുന്നു. അത് ഇപ്പോഴും അത് തുടരുകയാണ്. പക്ഷേ ഇന്നലെ ഇറാന് മേൽ ട്രംപ് നടത്തിയ ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്ന് പറയുന്ന വലിയ ആക്രമണമുണ്ട്. അത് ഇറാന്റെ എല്ലാ ആണവ സൈറ്റുകളെയും തകർത്തു എന്നാണ് ട്രംപ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്ന പോലെ ഇറാനെ പൂർണ്ണമായി ഇറാന്റെ ന്യൂക്ലിയർ ഡസ്റ്റ് അല്ലെങ്കിൽ ആണവ പൊടി പൊടിയാക്കി എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. എന്തായാലും ഈ യുദ്ധത്തില് അമേരിക്കയുടെ നഷ്ടത്തെക്കുറിച്ച് പറഞ്ഞ CNN അടക്കമുള്ള മാധ്യമങ്ങളെ കടുത്ത വിമർശനമാണ് ട്രംപ് ഉയർത്തുന്നത്. ഈ യുദ്ധം ഏതായാലും ആർക്കും ഗുണം ചെയ്തിട്ടില്ല. ഇറാന്റെ നാശത്തിലൂടെ ലോകത്തിനാകെ ഓഹരി വിപണിയിൽ തകർച്ചയുണ്ടായി, വിലക്കയറ്റമുണ്ടാകുന്നു. എണ്ണ വിപണിയും പ്രകൃതിവാതക വിപണി, LPG വിപണിയെല്ലാം വില കയറുന്നു. അപ്പൊ ആ നിലയിലെല്ലാം ഇതൊരു വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. അപ്പൊ ഈ യുദ്ധത്തിന്റെ സമാപനം അല്ലെങ്കിൽ ട്രംപ് ഉദ്ദേശിക്കുന്നത് ഒരു സറണ്ടറാണ്, അല്ലെങ്കിൽ കീഴടങ്ങലാണ് ഇറാന്റെ. അത് അത്തരത്തിലൊരു കീഴടങ്ങലിന് ഉണ്ടാവില്ല എന്നാണ് ഈ ഇറാൻ പറയുന്നത്. അല്ലെങ്കിൽ അമേരിക്കയുടെ ബോംബ് ഭീഷണിക്ക് മുന്നിൽ വഴങ്ങില്ല എന്നും ഇറാന്റെ പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബക്കർ ഖലിബാഹ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു കീഴടങ്ങലിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ട്രംപ്. ഇസ്രായേലില് അവിടെ ഇവിടെയൊക്കെ ആക്രമണങ്ങൾ തുടരുന്നു. ഒരു തരത്തിലും ഈ പ്രശ്നം പരിഹരിക്കാതിരിക്കാൻ ഉള്ള ചില ശ്രമങ്ങൾ ചില ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും JD വാൻസ് അതിന്റെ ഒരു വരവോടുകൂടി ഉണ്ടായ തുടക്കം ഇപ്പോൾ അത് എവിടം വരെ ചെല്ലും എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോ ഈ യുദ്ധം ഒരു പ്രതിസന്ധിയിലേക്ക് മാറുകയാണ്. ഇപ്പോഴും ഇതിന്റെ ഒരു ഉറപ്പില്ല ആർക്കും ഇതിന്റെ സമാധാനത്തിലേക്ക് പോകുമെന്ന്. എന്തായാലും ഇറാനിയൻ പോർട്ടുകൾ, തുറമുഖങ്ങൾ അമേരിക്ക ബ്ലോക്ക് ചെയ്തിരുന്നുണ്ട്. അത് വളരെ വേഗം ചെയ്തു എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ലെന്നും ബ്ലോക്കേഡ് ഇല്ലെന്നും അമേരിക്കയെ ബ്ലോക്ക് ചെയ്തു എന്നൊക്കെയാണ് ഇറാൻ അവകാശപ്പെടുന്നത്. എന്തായാലും ഈ വിഷയം ഇന്ന് ഒരു മധ്യസ്ഥ ചർച്ചയിലൂടെ രണ്ട് ഭാഗങ്ങളും ഒരു വെടിനിർത്തൽ കരാറിന്, സീസ് ഫയറിന് വേണ്ടി ഉണ്ടാകട്ടെ എന്ന് അതിനുള്ള പ്രതീക്ഷയുണ്ടെന്നാണ് ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറയുന്നത്. ഈ യുദ്ധം ഏതായാലും എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. ലെബനനിലടക്കം നമുക്കറിയാം, കഴിഞ്ഞ 10 ദിവസമായി ഇസ്രായേൽ അവിടെ ആക്രമണം നടത്തുകയാണ്. ഹിസ്ബുള്ളക്കെതിരെ, സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളക്കെതിരെ ലെബനിലെ അവരുടെ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ ശക്തപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും മാർച്ചിന് ശേഷം ഏതാണ്ട് 2387 ആക്രമണങ്ങൾ ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ മാത്രം ഇസ്രായേൽ നടത്തിയതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വലിയ തോതിലുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ടാവുകയാണ്. ഈ പ്രശ്നത്തെ എങ്ങനെയും പരിഹരിക്കാതെ ലോകത്തിന് മുന്നേറാൻ കഴിയില്ല. ഇത് റഷ്യ ഉക്രൈൻ യുദ്ധത്തെ പോലും ബാധിച്ചിട്ടുണ്ട്. എന്തായാലും ഈ യുദ്ധങ്ങളൊക്കെ ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട്. അതേസമയം നമുക്കറിയാം, ഇസ്രായേലിനെതിരെയും ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ അടുപ്പിക്കുന്നുണ്ട്. സദേൺ ഗാസയില് ഇസ്രായേലിന്റെ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ ഹോർമുസിലൂടെ കടന്നു പോകുന്ന 3 കടപ്പലുകൾ മാത്രമാണ് കടന്നുപോയതെന്നാണ് റിപ്പോർട്ട്. നമുക്കറിയാം, ഇന്ത്യൻ കപ്പലിന് പോലെ പോലും വെടിവെപ്പുണ്ടായി. ഇത് പ്രശ്ന പരിഹാരത്തിനുള്ള ഒരു ചെറിയ സാധ്യത ഉള്ളത്. കാരണം ഇതെല്ലാം ഇതിൽ നിന്ന് തലകൂരാനുള്ള അമേരിക്കയുടെ കൂടി ആവശ്യമാണ്. ഈ യുദ്ധം ഒരാഴ്ച കൊണ്ട് 10 ദിവസം കൊണ്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചെങ്കിലും ഇപ്പൊ മാസം പിന്നെ കിട്ടും.
മുന്നോട്ട് പോവുകയാണ്. അതൊരു വലിയ നാശം അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് അമേരിക്കയിലും ഇതിനെതിരെ പ്രതിഷേധങ്ങളുണ്ട്. ഇതിനാൽ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ, ഈ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് പോകട്ടെ എന്ന് മാത്രമേ നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് ആഗ്രഹിക്കാൻ പറ്റുള്ളൂ. കാരണം ഇന്ത്യയിൽ ഇത് വലിയ തോതിൽ ഗൾഫിലും ഒക്കെ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.